ഇപ്പോൾ ഇന്നലെ എന്തുകൊണ്ടാണ് വാർഡിന്റെ കണക്കെടുത്തത് ആ പത്രം എന്നത് വളരെ വ്യക്തമാണ്. കാരണം യു ഡി എഫിന് പരമാവധി സഹായകരമായിട്ടുള്ള കണക്ക് അതേ ഉള്ളൂ എന്നുകൊണ്ടാണ്. ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുത്താലോ 64 എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ മഹാവിജയം എന്ന പ്രതീതി അതോടുകൂടി പൊളിയും. അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ വിജയം ഉണ്ടാക്കി തൂത്തുവാരി എന്നൊക്കെയുള്ള പ്രതീതി അതോടുകൂടി പൊളിയും. പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും സോഷ്യൽ മീഡിയ ഒക്കെ വികസിച്ചൊരു കാലത്ത് ഈ കണക്കുകളൊക്കെ അധികകാലം മൂടി വെക്കാൻ പറ്റില്ല. ഈ യാഥാർത്ഥ്യം മൂടി വെക്കാൻ പറ്റുമോ? അപ്പൊ ആ പ്രതീതി 48 മണിക്കൂർ കൊണ്ട് അവസാനിച്ചിരിക്കുന്നു കേരളത്തിൽ. ഈ പറഞ്ഞതിനർത്ഥം ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. പക്ഷേ യു ഡി എഫിന് വലിയ രാഷ്ട്രീയ വിജയമുണ്ടായി എന്ന പ്രതീതി 48 മണിക്കൂർ കൊണ്ട് അസ്തമിച്ചിരിക്കുന്നു. കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. എന്താണ് ആളുകൾ ഇതിപ്പോ ഈ തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് നടത്തും എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ തമാശയായിപ്പോയി. എന്തായാലും ആ ഒളിമ്പിക്സ് കാണാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. എന്ത് ഒളിമ്പിക്സ് ആയിരിക്കും എന്നാണ് എനിക്കറിയാത്തത്. ഏത് കാര്യത്തിലായിരിക്കും ഒളിമ്പിക്സ് നടത്താൻ പോകുന്നത്. ഞാനിപ്പോ അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറിയെന്നും മൗനം പാലിച്ചു എന്നൊക്കെ പറയാനിടയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുമ്പോൾ 2021 ഇടതുപക്ഷത്തിന് മഹാവിജയമാണ് ഉണ്ടായത്. ചരിത്ര വിജയമാണ് LDF ഉണ്ടായത്. ആ വിജയം തവണ ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ റിസൾട്ട് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മളെല്ലാം ഏതൊരാൾക്കും അറിയുന്നതാണ് ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ ലോക സിനിമാ ചരിത്രത്തിൽ അതിന്റെ സ്ഥാനം എന്താണ് എന്നുള്ളത്. അപ്പൊ ആ സിനിമ ഇതിന് മുമ്പ് നിരോധിച്ചത് ഹിറ്റ്ലറാണ് 1933. ഇപ്പോ അതിന് അനുമതി ഇവിടെ കൊടുക്കുന്നില്ല മോദി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറെ പോലൊരു ഫാസിസ്റ്റായിട്ട് മോഡി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിന് പിന്നെ കൂടുതൽ തെളിവിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അദ്ദേഹനോട് ചോദിക്കുക. ലക്ഷക്കണക്കിന് പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഇത് പോസ്റ്റ് ഓഫീസ് ഇല്ലാത്തൊരു രാജ്യമാണ് എന്ന് ഇവർ പ്രചരിപ്പിക്കുകയല്ലേ. അതിനൊക്കെയാണോ നിങ്ങളൊക്കെ പിന്തുണയ്ക്കുന്നത്? അത് പ്രസിദ്ധമായൊരു കവിതയാണ്. ആഗാലി ഖാന്റെ ദ കൺട്രി വിത്തൗട്ട് പോസ്റ്റ് ഓഫീസ് എന്നുള്ളൊരു കവിതയാണ്. ആ കവിത ഒരു ലഘുലേഖയായിട്ട് JNUവിലെ കുട്ടികൾ അടിച്ചിറക്കി. ഞാനിപ്പോ അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറിയെന്നും മൗനം പാലിച്ചു എന്നൊക്കെ പറയാനിടയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുമ്പോൾ 2021 ഇടതുപക്ഷത്തിന് മഹാവിജയമാണ് ഉണ്ടായത്. ചരിത്ര വിജയമാണ് LDF ഉണ്ടായത്. ആ വിജയം തവണ ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ റിസൾട്ട് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷെ അതേസമയം തന്നെ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ ബഹുദൂരം മുന്നോട്ട് വന്നു എന്നുള്ളതല്ലേ കണക്കുകൾ കാണിക്കുന്നത്. ഇന്നിപ്പോ എനിക്ക് തോന്നുന്ന ഒരു പത്രം തിരുവനന്തപുരം നഗരത്തിലെ കണക്കുകൾ പ്രാധാന്യത്തോടെ അല്ലെങ്കിലും ഉള്ളിലെ പേജിൽ കൊടുത്തതായിട്ട് കണ്ടു. അത്രയും കൊടുത്തല്ലോ, നന്ദി. തിരുവനന്തപുരം നഗരത്തിൽ വോട്ടിൽ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണെന്ന്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്തായിരുന്നു? 3-ാം സ്ഥാനത്തായിരുന്നില്ലേ? അവിടെ നിന്നല്ലേ 1-ാം സ്ഥാനത്ത് വന്നത്. ഇപ്പൊ പിടിച്ചടക്കി എന്ന് പറയുന്ന BJPക്ക് LDFിനേക്കാൾ വോട്ട് കുറവാണ് തിരുവനന്തപുരം നഗരത്തില്. വളരെ പിന്നിലാണ് UDF. അപ്പൊ ആരുടെ വോട്ടാണ് BJPക്ക് ഈ മുന്നേറ്റത്തിന് സഹായകരമായി മാറിയെന്നും കൂടി കാണുന്നുണ്ട്. പിന്നെ BJP വലിയ മുന്നേറ്റം ഉണ്ടായി. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഒരു പത്രം, അതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 അസംബ്ലി മണ്ഡലങ്ങളിലെ LDFന് ലീഡുള്ളൂ എന്ന് പറഞ്ഞ അതേ പത്രം തന്നെ ഇന്നലെ ഗ്രാമ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് കണക്ക് വെച്ചിട്ട് 58 ലീഡുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 19 നിന്ന് 58 കുതിച്ചുചാട്ടമാണല്ലോ അങ്ങനെ വരുമ്പോ അവര് പറഞ്ഞനുസരിച്ച് ഉണ്ടാവുന്നത്. ഇന്നൊരു കണക്ക് വന്നിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ, ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷൻ മുനിസിപ്പൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ 64 അസംബ്ലി മണ്ഡലങ്ങളിൽ LDFന് ലീഡുണ്ട്. അപ്പൊ ഒരു കാര്യം ശരി, നിങ്ങൾ പറയുന്നൊരു കാര്യം,
2021 മഹാവിജയം അതുപോലെ ആവർത്തിക്കാനായിട്ടില്ല. പക്ഷേ ഇപ്പോഴും വോട്ടിന്റെയും കണക്ക് അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്ക് നോക്കിയാൽ ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമാണ്. പതുക്കെ പതുക്കെയാണെങ്കിലും നിങ്ങൾ പലരും അത്ര പ്രാധാന്യത്തോടെ അല്ലെങ്കിലും ഈ കാര്യം ഇപ്പൊ പറയാൻ തുടങ്ങി എന്നുള്ളത് നല്ല കാര്യം. കാരണം പറയാതിരിക്കാനാവില്ല, അത് വസ്തുതയാണ്. അപ്പോ ഉണ്ടായ തിരിച്ചടി എന്ന് ഞങ്ങൾ ആരും കാണാതിരിക്കുന്നില്ല. ഞങ്ങളും നിങ്ങളും പ്രതീക്ഷിച്ച, ഒരുപക്ഷെ പ്രതിപക്ഷവും പ്രതീക്ഷിച്ച വലിയ വിജയം ഇത്തവണ ആവർത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് എന്തോ ഭയങ്കര തിരിച്ചടി ഉണ്ടായെന്ന് തോന്നുന്നത്. കഴിഞ്ഞ വർഷത്തെ അതേ മഹാവിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ അത് ചരിത്ര വിജയം എന്നൊക്കെ പറഞ്ഞത്. എപ്പോഴും അതേപോലെ തന്നെ ആവർത്തിക്കാൻ പറ്റണമെന്നില്ല. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ വിജയത്തിന് അർഹരാണ് എന്ന് എതിർക്കുന്നവർക്കും തോന്നലുള്ളത് കൊണ്ടാണല്ലോ അവര് അത് പ്രതീക്ഷിച്ചത്. ഇവരതുപോലെ തന്നെ ഇത്തവണയും ജയിക്കും എന്ന് പ്രതീക്ഷിച്ചു. കാരണം അത്രയും നല്ല വർക്ക് ഒരു ഗവൺമെന്റ് നടത്തി. സർക്കാരിന്റെ പ്രകടനം, പെർഫോമൻസ് പരിഗണിച്ചാണെങ്കിൽ ഇവർ ഈ മഹാവിജയം ആവർത്തിച്ച് കളയുമോ എന്ന ആശങ്ക ഞങ്ങൾ എതിർക്കുന്നവർക്കുണ്ടായിരുന്നു. അത്രത്തോളം വന്നില്ല എന്നതിന്റെ ആശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ ഭയങ്കര രാഷ്ട്രീയ വിജയം ഉണ്ടായി എന്ന പ്രതീതി ഉണ്ടാക്കുന്നതിന്റെ കാരണം. അതെ, ഞാൻ പറയാൻ കണക്ക് അത് പറഞ്ഞു നന്നായി. തൃത്താലയിലെ ഇന്നലത്തെ പത്രത്തിന്റെ കണക്ക് എങ്ങനെയാണെന്ന് അറിയാമോ? വാർഡ് അടിസ്ഥാനത്തിലുള്ളതാണ്. വാർഡ് അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ മാനദണ്ഡമേ അല്ല പ്രധാനമായിട്ടും വരുന്നത്. വളരെ കുറച്ചേ ഇത് വരുന്നുള്ളൂ. ജില്ലാ പഞ്ചായത്തിന്റെ കണക്ക് തൃത്താലയിലുണ്ട്. തൃത്താല മുനിസിപ്പാലിറ്റി ഇല്ലാത്ത മണ്ഡലമാണ്. ജില്ലാ പഞ്ചായത്തിന്റെ കണക്ക് നോക്കുമ്പോൾ 867 വോട്ടിന്റെ നേരിയ മേൽക്കൈ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം അത് വെച്ചൊക്കെ ആഘോഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആഘോഷിക്കാനുള്ള അവകാശമുണ്ട്. അല്ല, അത് വാർഡ് വെച്ചിട്ടുള്ള കണക്കാ. ഞാൻ പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് വരുമ്പോൾ ഇനിയും കൂടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ജില്ലാ പഞ്ചായത്തിൽ വരുമ്പോൾ 58 64 ആവുന്നു. അതുകൊണ്ടാണല്ലോ അത് എടുക്കാതിരുന്നത്. ഇപ്പൊ ഇന്നലെ എന്തുകൊണ്ടാണ് വാർഡിന്റെ കണക്കെടുത്തത് ആ പത്രം എന്നത് വളരെ വ്യക്തമാണ്. കാരണം UDF പരമാവധി സഹായകരമായിട്ടുള്ള കണക്ക് അതേ ഉള്ളൂ എന്നുകൊണ്ടാണ്. ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുത്താലോ 64 എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ മഹാവിജയം എന്ന പ്രതീതി അതോടുകൂടി പൊളിയും. അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ വിജയം ഉണ്ടാക്കി തൂത്തുവാരി എന്നൊക്കെയുള്ള പ്രതീതി അതോടുകൂടി പൊളിയും. പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും സോഷ്യൽ മീഡിയ ഒക്കെ വികസിച്ചൊരു കാലത്ത് ഈ കണക്കുകളൊക്കെ അധികകാലം മൂടി വെക്കാൻ പറ്റില്ല. ഈ യാഥാർത്ഥ്യം മൂടി വെക്കാൻ പറ്റുമോ? അപ്പൊ ആ പ്രതീതി 48 മണിക്കൂർ കൊണ്ട് അവസാനിച്ചിരിക്കുന്നു കേരളത്തിൽ. ഈ പറഞ്ഞതിനർത്ഥം ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. പക്ഷേ UDF വലിയ രാഷ്ട്രീയ വിജയമുണ്ടായി എന്ന പ്രതീതി 48 മണിക്കൂർ കൊണ്ട് അസ്തമിച്ചിരിക്കുന്നു. കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നെന്നുണ്ടാ? കേരളത്തിലൊക്കെ പ്രശ്നം കൊണ്ടല്ലല്ലോ വന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ 24 മണിക്കൂർ കൊണ്ട് അവർ പരിഹരിച്ചിരുന്നെങ്കിൽ നമുക്കത് പകർത്താൻ ഒരു വിരോധം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ത്യയിൽ എത്രയോ നഗരങ്ങളിൽ BJP ഭരിക്കുന്നുണ്ടല്ലോ, എത്രയോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ടല്ലോ. അവിടെയൊന്നും ഈ പ്രശ്നമില്ല. കേരളത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമായിരുന്നു എങ്കിൽ ഈ പറയുന്നത് മനസ്സിലാക്കുക. ഇവരെവിടെയാണ് 24 മണിക്കൂർ കൊണ്ട് ഇത് പരിഹരിച്ചത്? ഡൽഹി, മോദി അമിത്ഷായൊക്കെ ഇരിക്കുന്ന സ്ഥലമല്ലേ ഡൽഹിയിലെ കേസല്ലേ സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നത്, അല്ലെ? രാജ്യ തലസ്ഥാനത്ത് പട്ടിയെ പിടിച്ച് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയെക്കുറിച്ച് സുപ്രീം കോടതി തന്നെയല്ലേ റിപ്പോർട്ട് പരാമർശിച്ചത്? എന്താണ് ആളുകൾ ഇതിപ്പോ ഈ തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് നടത്തും എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ തമാശയായിപ്പോയി. എന്തായാലും ആ ഒളിമ്പിക്സ് കാണാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. എന്ത് ഒളിമ്പിക്സ് ആയിരിക്കും എന്നാണ് എനിക്കറിയാത്തത്. ഏത് കാര്യത്തിലായിരിക്കും ഒളിമ്പിക്സ് നടത്താൻ പോകുന്നത്?
അത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുകയും ലജ്ജിപ്പിക്കുകയും ചെയ്യുന്നു. ഏത് തരത്തിലുള്ള ഭരണാധികാരികളുടെ രാജ്യം ഭരിക്കുന്നവരുടെ കീഴിലാണ് നമ്മളെന്നുള്ളത്. ഇപ്പൊ ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ, ബഹുമാന്യ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വളരെ ശരിയാ. അദ്ദേഹം പറഞ്ഞല്ലോ അജ്ഞതയാണിതെന്ന്. അജ്ഞതയും ഒപ്പം അസഹിഷ്ണുതയും രണ്ടും ചേർന്ന് സമവാക്യം ഒരു ഫാസിസ്റ്റ് ലക്ഷണമാണ്. അത് രണ്ടും ചേർന്നതാണ് ഈ തീരുമാനത്തിൽ കാണുന്നത്. ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ ഹിറ്റ്ലർ നിരോധിച്ചതാണ് 1933. സാർ ചക്രവർത്തിക്കെതിരായിട്ടുള്ള റിവോൾട്ടിന്റെ പ്രമേയം ആണ് ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ. ലോക സിനിമാ ചരിത്രത്തിൽ സാങ്കേതിക വിദ്യാപരമായും ഒക്കെ വളരെ ഒരു നാഴികക്കല്ലായി മാറിയ, ഞാനൊരു സിനിമാ വിദഗ്ധനല്ല, പക്ഷെ നമ്മളെല്ലാം ഏതൊരാൾക്കും അറിയുന്നതാണ് ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ ലോക സിനിമാ ചരിത്രത്തിൽ അതിന്റെ സ്ഥാനം എന്താണ് എന്നുള്ളത്. അപ്പൊ ആ സിനിമ ഇതിന് മുമ്പ് നിരോധിച്ചത് ഹിറ്റ്ലറാണ് 1933. ഇപ്പോ അതിന് അനുമതി ഇവിടെ കൊടുക്കുന്നില്ല മോദി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറെ പോലൊരു ഫാസിസ്റ്റായിട്ട് മോഡി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിന് പിന്നെ കൂടുതൽ തെളിവിന്റെ ആവശ്യമുണ്ടോ? അല്ലെ? അതിനുശേഷം പിന്നെ അതിന് പ്രദർശനാനുമതി ഇപ്പൊ തടയുകയാണ്. സമാനത വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമായിട്ടുള്ള സമാനതയല്ലേ? പിന്നെ അതിനേക്കാൾ വലിയ തമാശ, ബീഫ് എന്നൊരു സിനിമയുടെ കാര്യം കണ്ടു. സ്പാനിഷ് സിനിമയാണെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ആ സിനിമയെ പറ്റി അറിയില്ല. പക്ഷെ ഇന്ന് മാധ്യമങ്ങളിലെല്ലാം കണ്ടു. പേര് ബീഫ് എന്നാണെങ്കിലും അത് ഏതോ ഒരു കുടുംബ കഥയോ മറ്റോ ആണ് എന്നാണ് കണ്ടത്. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. കണ്ടപ്പോഴേക്കും ഈ സിനിമ നിരോധിച്ചപ്പോൾ ഞാൻ MP ആയിരുന്നപ്പോ ഉള്ള ഒരു അനുഭവം ഓർമ്മ വന്നു. അതുപോലെ പങ്കുവെക്കാൻ ഇപ്പൊ തോന്നുന്നു. അതായത് JNU സമരം ഉണ്ടായല്ലോ മുമ്പ്. അപ്പൊ ആ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെ ശക്തമായിട്ട് വിമർശിച്ച് പ്രസംഗിക്കുമ്പോൾ അന്നത്തെ പാർലമെന്ററി കാര്യ മന്ത്രി ശ്രീ വെങ്കയ്യ നായിഡു എഴുന്നേറ്റു. എന്നോട് വഴങ്ങാമോ എന്ന് ചോദിച്ചു. ഞാൻ വഴങ്ങി. അപ്പൊ അദ്ദേഹം വളരെ രോഷാകുലനായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനെയാണ് ഈ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ആ JNUവില് ഇവർ ചെയ്തത് എന്താണെന്നറിയാമോ? രാജ്യത്തെ അപമാനിച്ചു. രാജ്യം അവരവിടെ ഒരു ലഘുലേഖ അടിച്ചിറക്കി. ആ ലഘുലേഖയുടെ തലക്കെട്ട് ദ കൺട്രി വിത്തൗട്ട് പോസ്റ്റ് ഓഫീസ് എന്നായിരുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസമുള്ള ആളല്ലേ? അദ്ദേഹനോട് ചോദിക്കുക, ലക്ഷക്കണക്കിന് പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഇത് പോസ്റ്റ് ഓഫീസ് ഇല്ലാത്തൊരു രാജ്യമാണ് എന്ന് ഇവർ പ്രചരിപ്പിക്കുകയല്ലേ? അതിനേക്കാണോ നിങ്ങളൊക്കെ പിന്തുണയ്ക്കുന്നത്? അത് പ്രസിദ്ധമായൊരു കവിതയാണ്. ആഗാലി ഖാന്റെ ദ കൺട്രി വിത്തൗട്ട് പോസ്റ്റ് ഓഫീസ് എന്നുള്ളൊരു കവിതയാണ്. ആ കവിത ഒരു ലഘുലേഖയായിട്ട് JNUവിലെ കുട്ടികൾ അടിച്ചിറക്കി. ഇവരെന്താ വിചാരിച്ചത്? BJP RSS ഇന്ത്യയെ അപമാനിച്ചു. ഇത്രയും പോസ്റ്റ് ഓഫീസ് ഉണ്ടായിട്ടും ഒരു പോസ്റ്റ് ഓഫീസ് ഇല്ലാത്ത, ഇത് പാർലമെന്റ് പറഞ്ഞ കാര്യമാണെന്ന്. സമാനമായ സംഭവം പണ്ട് അടിയന്തരാവസ്ഥ കാലത്തുണ്ട് കേട്ടോ. ആരും മോശമില്ല ഇക്കാര്യത്തില്. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു സംഭവമുണ്ട്. അന്ന് SFI പ്രവർത്തകർ അടിയന്തരാവസ്ഥയിൽ ബർത്തുൽ ബ്രഹത്തിന്റെ കവിത, ഒരു നഗരത്തിനൊരു അനീതി ഉണ്ടായാൽ അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ആ നഗരം കത്തിച്ചാമ്പലാവുകയാണ് നല്ലത് എന്ന പ്രസിദ്ധമായിട്ടുള്ള കവിതയുണ്ട്. ആ കവിത ഒരു നോട്ടീസായിട്ട് അടിച്ചിറക്കി. അപ്പോ ഈ KSകാര് പോലീസിന് പരാതി കൊടുത്തെന്നാണ്. ഇവിടെ ബർത്തോൾ ബൃഹത്ത് എന്ന് പറയുന്ന ഒരാള് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള നോട്ടീസ് എടുത്തിറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ നോട്ടീസും കൊടുത്ത് പോലീസിന് കൊടുത്തു. പോലീസ് വണ്ടികളെല്ലാം കൂടി എരമ്പിപ്പാഞ്ഞ് മഹാരാജാസ് കോളേജിൽ വന്ന് മുഴുവൻ ക്ലാസ്സിലും കയറി അന്വേഷിച്ചു ആരാണ് ബർത്തോൾ ബൃഹത്ത് എന്ന്. അപ്പൊ ഏതൊരു റിസൈൻ പറഞ്ഞു വിട്ടു, അവൻ മട്ടാഞ്ചേരിക്കാരനാണ്, ഇന്ന് വന്നിട്ടില്ല എന്ന്. നേരെ ഈ ഇടിവണ്ടികളെല്ലാം കൂടി മട്ടാഞ്ചേരി പോയി റെയ്ഡ് നടത്തി എന്നുള്ള കഥ നിങ്ങളും കേട്ട് കാണും. അടിയന്തരാവസ്ഥക്കാലത്തെ ക്രൂരതകൾക്കിടയിൽ പിന്നീട് ഓർത്ത് ചിരിക്കാൻ പോകുന്നൊരു തമാശയാണ്. അപ്പൊ ഏത് അമിതാധികാര ഭരണകൂടവും, അത് അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധി ഭരണകൂടമാണെങ്കിലും ശരി, ഇപ്പോഴത്തെ മോദി ഭരണകൂടമാണെങ്കിലും ശരി, ഈ അസഹിഷ്ണുതയും അജ്ഞതയും ചേരുമ്പുണ്ടാവുന്നതിന്റെ ഉദാഹരണങ്ങളാണിതെല്ലാം. വേറൊന്നുമില്ലല്ലോ. ശരി.